ഓണമെത്തുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന കാഴ്ചകളിൽ ഒന്നാണ് നിറഞ്ഞ സദ്യയൊരുക്കിയ വാഴയില. കറികളും കൂട്ടുകറികളും പായസവും മാത്രമല്ല, സദ്യയുടെ രുചി പൂർണ്ണമാക്കുന്ന കായ ചിപ്സിനും ശർക്കര വരട്ടിക്കും ഓണക്കാലത്ത് പ്രത്യേക സ്ഥാനമാണുള്ളത്. ഓണം അടുക്കുന്നതോടെ പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ ചിപ്സും ശർക്കര വരട്ടിയും തയ്യാറാക്കുന്നവരും വിൽപ്പന നടത്തുന്നവരും തിരക്കിലാണ്. നേന്ത്രക്കായ അരിഞ്ഞ് എണ്ണയിൽ വറുത്തെടുത്ത കായ ചിപ്സ് മുതൽ ശർക്കരപ്പാനിയിൽ പൊതിഞ്ഞ് തയ്യാറാക്കുന്ന ശർക്കര വരട്ടി വരെ ഓണക്കാലത്തെ വിപണിയിൽ സജീവമാണ്. വീട്ടിലെ ഓണസദ്യയ്ക്കും ഓണക്കിറ്റുകളിലും ഇവയ്ക്ക് ആവശ്യക്കാരുമേറെയാണ്. ഓണത്തോടനുബന്ധിച്ച് ആവശ്യക്കാർ വർദ്ധിച്ചതോടെ പല സ്ഥാപനങ്ങളിലും നേരത്തെ തന്നെ ഉൽപ്പാദനം ആരംഭിച്ചിട്ടുണ്ട്. വാഴക്കായ അരിയുന്നതും വറുത്തെടുക്കുന്നതും ശർക്കരപ്പാനി തയ്യാറാക്കി വരട്ടിയെടുക്കുന്നതുമെല്ലാം ഉൾപ്പെടുന്ന ജോലികൾക്ക് തൊഴിലാളികളും അധികമായി എത്തുന്നുണ്ട്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഓർഡറുകൾ കൂടിയതോടെ രാവിലെ ആരംഭിക്കുന്ന ജോലി പലപ്പോഴും രാത്രി വരെ നീളുന്ന സ്ഥിതിയാണ്. ചിപ്സിനും ശർക്കര വരട്ടിക്കും ഓണസദ്യയിലെ ഒരു വിഭവം എന്നതിലുപരി മലയാളിയുടെ ഓണക്കാല ഓർമ്മകളുമായി ചേർന്ന് നിൽക്കുന്ന പ്രത്യേകതയുണ്ട്. പഴയ കാലത്ത് വീടുകളിൽ തന്നെ തയ്യാറാക്കിയിരുന്ന ഇവ ഇന്ന് പലരും കടകളിൽ നിന്നാണ് വാങ്ങുന്നത്. എന്നിരുന്നാലും വീട്ടിൽ തയ്യാറാക്കുന്ന അതേ രുചി നിലനിർത്താൻ ശ്രമിക്കുന്ന പരമ്പരാഗത നിർമ്മാതാക്കൾക്കും ഓണക്കാലത്ത് ആവശ്യക്കാരേറെയാണ്. ഓണക്കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളും ഇതിന്റെ പ്രധാന ഉപഭോക്താക്കളാണ്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സമ്മാനമായി നൽകാനും വിദേശത്തേക്ക് കൊണ്ടുപോകാനുമായി ചിപ്സും ശർക്കര വരട്ടിയും വാങ്ങുന്നവരും നിരവധിയാണ്. ഇതോടെ പാലക്കാട് നഗരത്തിലെ വിവിധ കടകളിലും പരമ്പരാഗത പലഹാര നിർമ്മാണ കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള വാഴക്കായ ലഭ്യതയും ഉൽപാദന ചെലവും വിപണിയിലെ വിലയെ സ്വാധീനിക്കുന്നുണ്ട്. എണ്ണ, ശർക്കര തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വിലയിലും തൊഴിലാളികളുടെ കൂലിയിലുമുണ്ടാകുന്ന മാറ്റങ്ങൾ ചിപ്സിന്റെയും ശർക്കര വരട്ടിയുടെയും വിലയിലും പ്രതിഫലിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഓണക്കാലത്തെ പതിവ് ആവശ്യത്തിൽ കാര്യമായ കുറവില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ചിപ്സിന്റെ സീസണൊക്കെ കുഴപ്പമില്ല. ഓണമായിട്ട് അത്യാവശ്യം അണുക്കുണ്ട്, നല്ല അഭിപ്രായങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. റേറ്റൊക്കെ എങ്ങനെ ഇപ്പോൾ? റേറ്റ് ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. ഓണമായിട്ട് ഇത് കൂടിയിട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ്. കായിൻ്റെ റേറ്റൊക്കെ 70 രൂപ എത്തിക്കഴിഞ്ഞു. 70-75 രൂപ എത്തിയിട്ടുണ്ട്. ശർക്കര ഉപ്പേരി വന്നിട്ട് 450 രൂപ റേറ്റ് വരെയാണ്. ചിപ്സ് വന്നിട്ട് 500 രൂപ റേറ്റ് വരെയാണ്. ഇത് അതിൻ്റെ അല്ലെങ്കിൽ കമ്മിയായിരുന്നു. അതിപ്പോൾ 20 രൂപ കൂടി 480 ആയിരുന്നു. 20 രൂപ കൂടിയിട്ട് ആ റേറ്റ് മാറിയിട്ടുണ്ട്. കായ്ക്ക് വില കൂടിയതുകൊണ്ടാണ്. കായ്ക്ക് വില കൂടി, വെളിച്ചെണ്ണയ്ക്ക് വില കൂടി, അതിന് കോക്കറിൻ്റെ വില കൊണ്ട് അതിൻ്റെ റേറ്റ് മാറ്റം. തമിഴ്നാട്ടിൽ നിന്നാണ് കായ് തമിഴ്നാട്ടിൽ നിന്നാണ്. മട്ടിപ്പൊളയം കായാണ് വരുന്നത്. ചെറു പാക്കറ്റുകൾ മുതൽ കുടുംബങ്ങൾക്കായി വലിയ പാക്കറ്റുകൾ വരെയുള്ള വിവിധ അളവുകളിൽ ചിപ്സും ശർക്കര വരട്ടിയും വിപണിയിൽ ലഭ്യമാണ്. ഓണസദ്യയ്ക്കാവശ്യമായ അളവിൽ നേരത്തെ ഓർഡർ ചെയ്ത് വാങ്ങുന്നവരും ഏറെയാണ്. ഓണസദ്യയിലെ ഓരോ വിഭവത്തിനും അതിന്റേതായ രുചിയും സ്ഥാനവും ഉണ്ടെങ്കിലും സദ്യ വിളമ്പിയ ശേഷം ഇലയിലെത്തുന്ന കായ ചിപ്സിന്റെയും ശർക്കര വരട്ടിയുടെയും രുചി ഓണത്തിന്റെ ഓർമ്മകളെ കൂടുതൽ മധുരമുള്ളതാക്കുന്നു. അതുകൊണ്ടുതന്നെ ഓണവിപണിയിലെ തിരക്കിനൊപ്പം പാലക്കാട്ടെ ചിപ്സ് നിർമ്മാണ കേന്ദ്രങ്ങളിലും വിൽപ്പനശാലകളിലും ഇത്തവണയും ഓണത്തിരക്ക് രുചിയോടെ തുടരുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.